നാരങ്ങ പാല്, ചൂട്ടക്ക 2, ഇലകൾ പച്ച, പൂക്കൾ മഞ്ഞ, ഓടി വരുന്ന കള്ളനെ ആ പിടിച്ച്. ഇതുപോലുള്ള ധാരാളം കളികൾ കൊണ്ട് സമ്പന്നമായിരുന്നു നമ്മുടെ നാട് അല്ലേ? അതെ, നാടൻ കളികൾ എന്നൊക്കെ പറയും. നമ്മള് ഇങ്ങനെ പാട്ട് പാടി കളിച്ചിട്ടുള്ള കുറെ ഗെയിംസ് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമുക്ക് ഉറപ്പായിട്ട് ഓർമ്മയുണ്ടാവും. ഇപ്പോഴും നമ്മള് മറക്കാതെ സൂക്ഷിച്ചിട്ടുള്ള വരികളായിരിക്കും അതിലെ ആ പാട്ടിലെ വരികളെല്ലാം. അതുപോലെ തന്നെയാണ് നമ്മുടെ നാട് നാടൻ പാട്ടുകളാൽ സമ്പന്നമായിരുന്നു. താരക പെണ്ണാളേ. അതെ, നമ്മുടെ മണിച്ചേട്ടനൊക്കെ ഈ നാടൻ പാട്ടുകളുടെ ഒരു ബ്രാൻഡ് അംബാസിഡർ തന്നെയായിരുന്നു. അതുപോലെ തന്നെയാണ് പഴഞ്ചൊല്ലുകൾ. എന്തുമാത്രം പഴഞ്ചൊല്ലുകളാണ് അല്ലെ? അക്കരെ നിന്നാൽ ഇക്കരെ പച്ച, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട അതൊക്കെ പറയുന്ന പോലെ പഴഞ്ചൊല്ലുകളും നമ്മള് പഴയ കാലത്തായാലും ഇപ്പോഴായാലും ഒക്കെ ആ ഒരു സാഹചര്യം അനുസരിച്ച് അതുപോലെ തന്നെയാണ് കൃഷിയിലെ നാട്ടറിവുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് വിത്ത് വിതയ്ക്കുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ ഇച്ചിരി അരിമണി കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഉറുമ്പിന്റെ ശല്യം ഉണ്ടാവില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഉറുമ്പൊന്ന് അരിമണി പറക്കിക്കൊണ്ട് പോകും, വിത്ത് സൂപ്പറായിട്ട് വളരും എന്നുള്ളതാണ് കൃഷിയിലെ നാട്ടറിവുകൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നാടൻ കലാരൂപങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ തെയ്യം, കളരിപ്പയറ്റ്, തിരുവാതിരക്കളി, അതുപോലെ ഒരുപാട് കലാരൂപങ്ങളും നമ്മുടെ നാട്ടിൽ സമ്പന്നമായിട്ടുണ്ട്. അതുപോലെ തന്നെയായിരുന്നു ഔഷധ സസ്യങ്ങൾ അല്ലേ? തുളസി, പനിക്കൂർക്ക, തിപ്പല്ലി, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആടലോടകം, അങ്ങനെ കുറെ നമ്മൾ മരുന്നുകളായിട്ട് പ്രയോഗിക്കുന്ന ഔഷധ സസ്യങ്ങളും. അതുപോലെ തന്നെയാണ് കാർഷിക ഉപകരണങ്ങൾ, കൊട്ട, മൊറം, വട്ടി, പത്തായം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാർഷിക ഉപകരണങ്ങൾ. അപ്പൊ ശരിക്കും ഇതൊക്കെ ഇപ്പൊ നമ്മൾ എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇന്ന് ഓഗസ്റ്റ് 22 ലോക നാട്ടറിവ് ദിനമാണ്. വേൾഡ് ഫോക്ലോർ ഡേ ആണ് ഇന്ന്. ഈ ഫോക്ലോർ എന്ന് കേട്ടപ്പോ കുറച്ചു പേർക്കെങ്കിലും ടൈലർ സ്വിഫ്റ്റിന്റെ ഫോക്ലോർ എന്ന് പറയുന്ന ആ ഒരു ആൽബം ഓർമ്മ വന്നു കാണും. പക്ഷെ നമ്മൾ നമ്മുടെ നാട്ടിലായിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രസക്തി ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ തന്നെയാണ്. ശരിക്കും നമ്മുടെ പൂർവികർ അവരുടെ അനുഭവങ്ങളിലൂടെ സഹസ്രാബ്ദങ്ങളായി ആർജിച്ചെടുത്ത വലിയ അനുഭവങ്ങളുടെ അറിവുകളുടെ ഒരു ശേഖരമാണ് ഈ നാട്ടറിവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം, പറയാം, ഇമ്പമോടെ കേൾക്കാം. ഇത് റേഡിയോ മീഡിയ വില്ലേജ് ആണ്. കൂടെയുള്ളത് RJ വിപിൻ രാജ് ആൻഡ് ലിലിയ.